ഇത് വാദിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു കേസല്ല. അതുകൊണ്ട് ആ ചെറുപ്പക്കാരന് ഏറ്റവും ചുരുങ്ങിയത് 7.5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വരും. അതുകൊണ്ട് ഈ കേസ് എനിക്ക് വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് ഇന്നുവരെ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളെന്ന് എനിക്കറിയാലോ, നമ്മൾ രണ്ടുപേരും കൂടെ വരുത്തിച്ച കാര്യങ്ങളാണല്ലോ. ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു കഥ പറഞ്ഞതല്ല ഞാൻ പെട്ടത്. അവൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ അവന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഭാര്യയുടെ അനിയത്തി ഇവിടെ ഒരു ബ്ലാക്ക് മാർക്കിൽ നിൽക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളൊരു തോന്നല അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അവളുടെ അടുത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നാളെ രാവിലെ 7 മണിക്ക് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവളെ ഓട്ടോറിക്ഷയിൽ കയറ്റി മല്ലൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടിറക്കി തരാം. അവിടുത്തെ കല്യാണം ബുക്ക് ചെയ്തു. രാവിലെ 7 മണിക്ക് കുളിച്ച് വെള്ളയൊക്കെ ഇട്ട് റെഡിയായി ഇറങ്ങി. മാലയും കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കുക. വധുല്ല. 7 മണിക്ക് വരാന്നാണല്ലോ പറഞ്ഞത്. പോരും റോഡിൽ ഇറങ്ങി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ സ്ത്രീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, ഈ സ്ത്രീ നമ്മളെടുത്ത് നാളെ രാവിലെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നമ്മളോട് പറഞ്ഞു എന്ത്, ഇനി ഇത് പുറത്താരും അറിയണ്ടെന്ന്. ഈ സ്ത്രീ അവിടെ പോയിട്ട് എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അവളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്, അവള് അവിടുന്ന് പോവാന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളായിട്ട് ഞാൻ തടസ്സം നിൽക്കണ്ടെന്ന് പറഞ്ഞു. നാളെ രാവിലെ 7 മണിക്ക് കുറ്റിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് വരണം, എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അവളോട്, ചതിക്കാനാണ് ഭാവമെങ്കിൽ നീ ജീവനോടെ പോകില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത കല്യാണം കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ശരിയുള്ളൂ. ബാക്കിയൊക്കെ അവര് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ന്യൂസുകളെ, ഗുരുവായൂരും പീഡനവും 3 ദിവസം 4 ദിവസം എന്നുള്ളതൊക്കെ അവരെ ഇഷ്ടപ്രകാരം എഴുതിയതാണ്, നമ്മളല്ല. ഇത് കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ഏഷ്യാനെറ്റ് ടീം നമ്മളെടുത്ത് വരുന്നത്. അവര് കണ്ണാടി എന്നാണ് എന്നുകൊണ്ട് വെയിറ്റ് ഇട്ടറാ സംസാരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, സോറി, ഞാനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി കല്യാണം കഴിച്ചതല്ല, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. പത്രക്കാരിത് എഴുതി പിടിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ജീവിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞയച്ചു. അപ്പോൾ അവർ നേരെ നമ്മളെ TN ഗോപകുമാർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിനാൽ സാർ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചതിൽ അതിലൊരു നിഗൂഢ സത്യമുണ്ട്, അത് ഈ ലോകത്ത് അറിയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പറഞ്ഞു. തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല, വന്നോളാൻ പറഞ്ഞു. വന്ന് ആ ഒരു ക്ലിപ്പിൽ ഇവള് പറയുന്നുണ്ട്, ഞങ്ങൾ തുഞ്ചൻപറമ്പിലേ പോയിട്ടുള്ളൂ, ഗുരുവായൂരിൽ പോയിട്ടില്ല, പണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ തട്ടിക്കൊണ്ടുപോയതെന്നും അവളെ കൊണ്ട് ഇത് പറയിപ്പിച്ചെന്നൊക്കെ എല്ലാ വിശദ വിവരങ്ങളും ഈ കണ്ണാടിയിൽ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം. എനിക്കിൽ കൂടുതൽ റോളൊന്നുമില്ല, എനിക്ക് റോളില്ല. ഞാൻ പ്രതിയാണല്ലോ, ഞാൻ പ്രതിയാ. അവൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചു. ആ വാസു എന്ന് പറയുന്ന ആളും അതിൽ സംസാരിക്കുന്നുണ്ട്. അതാ പാവാടയത്തിൽ തമ്മിൽ കാണാം, ഇഷ്ടപ്പെടാം, ദാവിണി പ്രായത്തിലും ഇഷ്ടം തുടരാം. എന്നാൽ 15 വയസ്സിൽ കല്യാണം കഴിച്ചാൽ നിയമപ്രശ്നമാണ്. മലപ്പുറം ജില്ലയിലെ കാവഞ്ചേരിയിലെ ഒരു പ്രേമം ഒളിച്ചോടലിലും വിവാഹത്തിലും കലാശിച്ചു. സന്തോഷ് അറസ്റ്റിലായി. ജിഷയ്ക്കിന്ന് പ്രായപൂർത്തിയായി. പഴയ കേസ് തുടരുന്നു. ഇതും കോടതി കണ്ടു, പത്രങ്ങളും കോടതി വായിച്ചു. അത് എന്നിട്ടാണ് കേസ് എവിടെ എത്തുന്നത്, വിളിപ്പിക്കുന്നത്. ഈ വിളിപ്പിച്ച സമയത്ത് കേസിന്റെ ആസ്പദമായ സംഭവം ഉണ്ടായ പെൺകുട്ടി അതിലെ പ്രധാന പ്രതിയുടെ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത്. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാധ്യമങ്ങളെ നമ്മൾ ആ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം വലിയൊരു പങ്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ത് മോശം പറഞ്ഞ് എഴുതി പിടിപ്പിച്ചാലും വലിയൊരു പങ്കാണ് ചെയ്തിട്ടുള്ളത്. കേസിന് അത് ഗോപകുമാർ സാറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കേസിന് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട്. മാധ്യമങ്ങൾ വഴി വന്ന വാർത്തകൾ എങ്ങനെ നിങ്ങളുടെ ജീവിതം ആദ്യം നശിപ്പിച്ചു എന്ന് കരുതിയിരുന്നു, അതേ മാധ്യമങ്ങൾ വഴി വന്ന വാർത്തകൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പോയതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ. അല്ല, കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ സത്യങ്ങൾ ആർക്കാ വേണ്ടത് മാഡം? സത്യങ്ങൾ ആർക്കാ വേണ്ടത്? പത്രങ്ങളിൽ എഴുതാനും പുസ്തകങ്ങളിൽ എഴുതാനും ഘോരഘോരം സ്റ്റേജുകളിൽ പ്രസംഗിക്കാനും വേണ്ടി മാത്രമാണ് നന്മ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുവാൻ ഞാനിവിടെ സഹായിക്കാനാ ശ്രമിച്ചത്. സ്വന്തം അച്ഛന്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോലും ഉറങ്ങാതെ ആ കുട്ടി കാത്തിരുന്ന അനുഭവിച്ച വേദനകൾ ആ കുട്ടി പറയും. ഇപ്പൊ കാടും പൊന്ത പിടിച്ച സംഭവങ്ങളുണ്ടല്ലോ, ഈ വയലിന്റെ അരികിലും ഇതൊക്കെ, അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട് ആ കുട്ടി.
അയാൾ ഉറങ്ങാൻ സമ്മതിക്കാനായിട്ട്. കാരണം വീട്ടിലൊരു വീട് എന്നുള്ളൊരു സെറ്റപ്പ് ഇല്ല. അടുത്ത ഇവളറിയാത്ത വീട്ടിലെ അടുക്കളയുടെ കോണിലൊക്കെ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇവള് അവിടെ ഉണ്ടെന്ന് അവർക്കും അറിയില്ല, ആ വീട്ടുകാർ ആരാന്ന് ഇവൾക്കും അറിയില്ല. അത്രയും ഭീകരമായ സംഭവങ്ങൾ വരെ ഉണ്ട്. ഇതൊന്നും ആരും മനസ്സിലാക്കില്ല. ഇവിടെ പീഡനം ഒരു വാർത്ത ഉണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൊട്ടി ഘോഷിക്കാൻ. ഇവിടെ എന്താ ചെയ്യേണ്ട പറഞ്ഞാൽ ഒരാളെ ആക്സിഡന്റ് ആയി കിടക്കണമെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് പോവാം, ഇതേ പറ്റുള്ളൂ. ഒരാളെ സഹായിക്കുന്നത് ശരിയല്ല. അതാണ് എനിക്ക് സമൂഹത്തോട് ചോദിക്കാനുള്ളത്. ഇത്രയൊക്കെ ആയിട്ടും സത്യങ്ങൾ തിരിച്ചറിയാൻ നിയമപാലകരോ ഇപ്പോൾ ഈ തിരൂർ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കേസാണ്. അയാൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇവളെ പേര് നിഷാന, സ്വന്തം മകളെ പേരറിയാത്തൊരു തന്ത. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേരില്ല, ഉഷകുമാരി TP തെക്കേപുരക്കിൽ. അയാളെ വീട്ടുപേര് മാപ്പിളപ്പറമ്പിൽ. അപ്പൊ ഈ കുട്ടിയാളതല്ലാന്ന് അതിൽ തന്നെ വ്യക്തമാണ്. സ്വന്തം രക്ഷിതാവിന്റെ പേര് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണ്ടേ? ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്, കോടതിയിൽ ഹാജരാക്കുന്നത്? എന്ത്, പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലാന്ന്. അച്ഛനാണ് അല്ല, അച്ഛന്റെ പേര് അതിലുണ്ട്, ഞാൻ അച്ഛനാണെന്ന് സമർത്ഥിക്കാൻ അതിലുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ചിന്തിക്കുന്നില്ല. ഞാനൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് എന്റേതാണെന്ന് സമർത്ഥിക്കാനുള്ള ഒരു പോയിന്റ് അതിൽ വേണ്ടേ? അതില്ല. അപ്പോ ഈ 17.5 വയസ്സിന് അവളെ കല്യാണം കഴിക്കാൻ കാരണം 2006 സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു, 17 വയസ്സായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാമെന്ന്. ആ വിധി അഡ്വക്കേറ്റ് PC മൊയ്തീൻ സാറിന്റെ അറിവോടുകൂടി അയാളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ആ വിധി നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ബാക്കിയുള്ള കളികൾ കളിച്ചത്. പ്രത്യേക സാഹചര്യത്തിലാണ് എല്ലാവർക്കും റോങ് മെസ്സേജ് പോകും. ശരിയാണ്. ഇതിനും വലിയ സാഹചര്യം ഉണ്ടോ? അത് സുപ്രീം കോടതി മാത്രമേ പറ്റുള്ളൂ. സുപ്രീം കോടതിയുടെ പ്രത്യേക ഒരു പവറാണത്. മറ്റു കോടതികൾക്ക് പറ്റില്ലത്. എല്ലാ കേസുകളിലും പറ്റില്ല. അല്ലാതെ എനിക്ക് അതിൽ കൂടുതൽ അറിവില്ല. എനിക്ക് അതിന്റെ അല്ലെങ്കിൽ ആള് വിചാരിക്കും ഇങ്ങനെ എനിക്ക് അതിന്റെ അറിവില്ല. നമ്മൾ ആ ഒരു വിധി നോട്ട് ചെയ്തുകൊണ്ടാണ് ഇൻഹറന്റ് പവർ എന്ന് പറയും സുപ്രീം കോടതിന്റെ. ഇൻഹറന്റ് പവറാണ് അത്. എല്ലാ കേസിലും അല്ല, ചില പ്രത്യേക കേസുകളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഹറന്റ് പവർ ഉപയോഗിച്ച് സുപ്രീം കോടതിയും അതുപോലെ ഹൈക്കോടതിയും ചെയ്യുന്നതുണ്ട്. ഇൻഹറന്റ് പവറുള്ള അങ്ങനെയുള്ള കേസുകളിലൊന്നാണ്. അതാണ് ആ വിധി പറഞ്ഞത്. പിന്നെ കോടതിയിലേക്ക് വിളിച്ചു, മഞ്ചേരി കോടതിയിലേക്ക് എത്തി. ഞങ്ങളെത്തി. അവള് പിന്നെ സുമംഗലിയായി പട്ടുസാരി കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്ന് നിൽക്കുന്ന സമയത്ത് കോടതി എന്താ പറയാ? അപ്പൊ നമ്മുടെ വക്കീല് പോകുന്നത് ഈ സന്തോഷ് എന്ന് പറഞ്ഞ ആളല്ല ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളതൊന്നും, വാസു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നും, ഈ പെൺകുട്ടിയുടെ അച്ഛൻ വാസു അല്ല എന്നും, അയാളും അയാളുടെ കൂട്ടാളികൾക്കും കൂടെ പങ്കുവെക്കാനായിരുന്നു പ്ലാൻ എന്നും ഒക്കെയാണ് നമ്മളെ വക്കീല് പോകുന്ന റൂട്ട്. ഇദ്ദേഹത്തിന്റെ വക്കീല് പബ്ലിക് പ്രോസിക്യൂട്ടർ പോകുന്നത് ഇത് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, ഈ കല്യാണം വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കിയിട്ടാണ് പോകുന്നത്. 11:05 കോടതി കൂടി. 11:25 ആയപ്പോഴേക്ക് ലഞ്ച് ബ്രേക്ക് ചെയ്തു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് 2 ഭാഗം വക്കീലന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു അവർ കല്യാണം കഴിച്ചിരിക്കുകയാണ്, ലോകത്ത് അറിയിച്ചിരിക്കുകയാണ്. അവരൊരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അവർ ജീവിച്ചോട്ടെ, മറ്റൊന്നും കൂടി ചോദിക്കരുത്. അന്നത്തെ ഒഴിവാക്കി അടുത്ത ദിവസത്തേക്ക് കേസ് മാറ്റി വെച്ചു. 25/2003 സന്തോഷ് കയറി നിന്നു. നിങ്ങളെ കേസിൽ നിന്നും വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്നു കുറച്ചും കൂടെ, കാരണം പ്രതിയല്ലേ, ജാമ്യം കിട്ടാത്ത കേസായിരുന്നല്ലോ. അപ്പൊ എന്നോട് കോടതി തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് പോകുന്നു. പിന്നെ അവിടുന്ന് ഭീഷണിയായിരുന്നു, തട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിയായിരുന്നു. അയാൾ പ്രതീക്ഷിച്ചതൊന്നും അയാൾക്ക് കിട്ടിയില്ല. അയാള് ആദ്യം പ്രതീക്ഷിച്ചത് സ്വന്തം മകളെ കിട്ടുമെന്നായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് വില പറഞ്ഞ് കാശ് മേടിക്കാന്ന് വിചാരിച്ചു. പിന്നെ പലതും അയാൾ പ്രതീക്ഷിച്ചിരുന്നു. ഇവളെ വെച്ചുകൊണ്ട് പലതും അയാൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഇനി അത് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഒരാളും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ്ടായില്ല. ഈ നിയമോ ഈ പോലീസോ ആരും ഉണ്ടായില്ല. ഈ ഒരു അജയ് ഘോഷ് ഉണ്ടായിരുന്നു. അജയ് ഘോഷിന്റെ കൂടെ ഞങ്ങൾ 4 മാസം താമസിച്ചു. വീട്ടിലല്ല, എൻ്റെ വീട്ടിലെ കഥകൾ പറയണം. അത് ഇതിലേക്ക് വലിച്ചഴിക്കാൻ ഞാൻ തീരെ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ അച്ഛൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിലപാട് ശരിയാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. ഞാനൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളെ അന്തസ്സായിട്ട് നോക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അതിന് സ്വന്തം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളും ഒന്നിക്കുന്നതാണ് കുടുംബം. അതിലെ ഒരു പരിധി വരെ രക്ഷിതാക്കൾക്കും കുടുംബത്തിനും മറ്റുള്ളവർക്കൊക്കെ റോളുള്ളൂ. അത് അവര് നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾക്കൊരു കടമയുണ്ട്. എന്ത്? അച്ഛനെ അമ്മയെ നമ്മൾ നോക്കണം. നമ്മൾ പ്രായമാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവരെ നോക്കേണ്ട ബാധ്യത
അല്ലെങ്കിൽ കടമ നമുക്കുണ്ട്, അത് ഞാൻ ചെയ്യും. അതിന്നും ചെയ്യുന്നുണ്ട്. ഇവളെ കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല, കുട്ടികളെ കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല, ഒന്നുമില്ല. എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അവളെ ഇനി ഒരാളുടെ മുന്നിലേക്ക് തല കുനിക്കാനോ ഒരാളുടെ മുന്നിൽ കുമ്പിട്ട് നിർത്താനോ ഞാൻ തയ്യാറല്ല. അവളെ അന്തസ്സായിട്ട് നോക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അത് ഞാൻ ഇനി എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും കൈക്കോട്ട് കളിക്കാൻ പോയാൽ പോലും അത് നോക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. അതുണ്ടാവണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ 4 മാസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലൊരു ചർച്ച നടത്തി, കുടുംബം മൊത്തം നിർത്തിയിട്ട് ഒരു ചർച്ച നടത്തി. ഞാനൊരു അച്ഛനാവുന്ന സ്റ്റേജ് വരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുറച്ച് ആളുകൾ ഇത് വന്നതൊക്കെ വന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ആ ചർച്ച പരാജയപ്പെട്ടു. ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, എന്റെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുവരാനുള്ള സംവിധാനം. അപ്പൊ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, അവൻ എന്റെ മകനാണ്, അവന് ഇവിടത്തെ യാതൊരു ബൗണ്ടറി ഇല്ല, അവന് പഴയതുപോലെ തന്നെ, അവന്റെ കാര്യത്തിൽ ഒന്നും പറയില്ല, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അച്ഛൻ ഉറച്ച നിലപാട് സ്വീകരിച്ചു. ശരി, ഞാൻ ആ നിലപാട് അംഗീകരിച്ചു. ഞാൻ വീട്ടിൽ പോകണു, എല്ലാ കാര്യങ്ങളും ചെയ്യണു, അവിടെ എന്താവശ്യമുള്ള ഞാൻ പോയി ചെയ്യണു, എന്നെ വിളിച്ചു പറയണു, എല്ലാ കാര്യത്തിനും പോകണു. അവളെ കൊണ്ടുപോകണം വേണ്ട, ഞാൻ ചെയ്തത് തെറ്റല്ലേ, അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ശേഷമാണ് ഞങ്ങൾ ഒരു ക്വാർട്ടേഴ്സ് എടുത്തിട്ട് മാറിയത്. ഒരു ക്വാർട്ടേഴ്സ് എടുത്തിട്ട് ജീവിതം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വീട്ടിൽ നിന്നുമില്ല, അവളെ വീട്ടിൽ നിന്നില്ല, സമൂഹത്തൊന്നുമില്ല, ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഓരോരുത്തരുടെ ലൈഫായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അവിടെ നിന്ന് ഒരു ക്വാർട്ടേഴ്സ് എടുത്ത് എല്ലാ സാധനങ്ങളും മേടിച്ചു അവിടെ ഇരുന്നിട്ട്. പക്ഷേ എങ്കിലും എനിക്ക് 100% സന്തോഷിന്റെ അച്ഛൻ്റെ നിലപാട് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്താ പറയുന്ന, ഒരു പെൺകുട്ടി അവളെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് കരകയറ്റി കൊണ്ടുവന്നു. ആ പെൺകുട്ടിയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല, ഈ നിസ്സഹായ അവസ്ഥ അദ്ദേഹത്തിന് അറിയില്ല. അല്ല, ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിയില്ല, അത് അദ്ദേഹം അറിയാനും ശ്രമിച്ചിട്ടില്ല, അത് കേൾക്കാനുള്ള ഒരു അവസരം ഒരിക്കലും കൊടുത്തിട്ടില്ല. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അച്ഛൻ പറയണത് എന്റെ മകനെ കൊണ്ട് അവന്റെ മകൾക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇല്ലാന്നല്ല പറയുന്നു, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളെ ആ പെൺകുട്ടിയെ കൈ പിടിച്ചാൽ എന്റെ മുറ്റത്താക്കിയിട്ട് പറയാണ്, നിന്റെ മകൻ കൊണ്ടുപോയതാണ്, നീ എടുത്തോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു തീരുമാനം ഉണ്ടാവും. അല്ല, അത് ശരിയാണ് സന്തോഷ്, അത് ആ ന്യായം ശരിയാണ്. പക്ഷെ ഇപ്പോ 2 കുഞ്ഞുങ്ങളായി അവര് ജീവിതത്തിലാകപ്പാടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരു ആത്മബന്ധം പോലെ തോന്നിയാണ് അവർ നിങ്ങളോട് പറഞ്ഞത്. വളരെ അപക്വമായ ആ പ്രായത്തിൽ അല്ലേ, 15 വയസ്സ് തികഞ്ഞിട്ടില്ല ആ കുട്ടിക്ക്. ഇല്ല, നിങ്ങളെ കാഴ്ചയിൽ 2-3 പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തോട് പറയാം എന്റെ കാര്യങ്ങള്, എന്റെ രക്ഷിക്കുമായിരുന്നു. ഒരു പക്വതയുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ആണ് ഞാൻ പറഞ്ഞത്, അത് അതിനകത്തൊരു ആത്മബന്ധത്തിന്റെ സംഗതി ഉണ്ട്, ഒരു ദൈവികത്തിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. എത്രയോ മനുഷ്യർ ആ പരിസരത്ത് ഉണ്ട്. അപ്പോ അങ്ങനെ കണ്ട് നിങ്ങളോടത് പറഞ്ഞു. അതുമുതൽ ഇങ്ങോട്ട് ആ കുട്ടി അവരെ സ്വന്തമായിട്ട് അവര് പ്രൊട്ടക്ട് ചെയ്ത് നിന്നതും ഒക്കെ എപ്പോഴെങ്കിലും തിരിച്ച് നിങ്ങൾ വരും, തീർച്ചയായിട്ടും അല്ലേ? അവയെല്ലാം ഈശ്വരാധീനം പോലെ എല്ലാം ഒരുപാട് കടമ്പകൾ കടന്നായാലും നിങ്ങളെ തന്നെ വിവാഹം ചെയ്തു, നിങ്ങളുടെ ഭാര്യയായി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കഴിയുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ ഇങ്ങനെ ഒരു സംഗതിയൊക്കെ ആണെന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അവരതിന് തയ്യാറല്ല. അച്ഛൻ മാത്രമേ പ്രശ്നമുള്ളൂ, അച്ഛന് മാത്രമേ വിഷമമുള്ളത്. അച്ഛൻ എന്റെ കാര്യം അത് അച്ഛന്റെ കാര്യം വിഷമം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു സന്തോഷം മനസ്സിലാക്കണം, ഞാൻ വേറൊരാളെ, ഞാനൊരു 3ാമത്തെ വ്യക്തിയായിട്ട് സംസാരിക്കുക. ഒരു കഥ കേട്ടു, ഒരുപാട് നാടകീയതയും ഒരുപാട് വൈചിത്ര്യവും വൈരുദ്ധ്യവും ഒക്കെ ഉള്ള ഒരു കഥ ഞാൻ കേട്ടു. ആ കഥയിൽ എൻ്റെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അന്ന് നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഡ്രൈവർ പോയി പറഞ്ഞ സംഗതി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ പണം വേണമെന്ന് പറയുന്നു, ഏതോ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നു, എന്താണെന്നറിയില്ല, അവനെ കഴുത്തി കത്തി വെച്ച് അവനെ കൊണ്ടുപോയി സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ പോകുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തോ ചെയ്തോട്ടെ, എൻ്റെ മകനാണ്. ആ 25 വയസ്സ് വരെ ഞാൻ വളർത്തിയ മകനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്, ഇല്ലേ? അവൻ ഇന്നതായിരിക്കും ചെയ്തിരിക്കുക, ഇന്നതായിരിക്കും, എൻ്റെ മകൻ ഇതാണ് ഇഷ്ടം, അവന് ഉപ്പ് കുറച്ചേ കഴിക്കൂ, അല്ലെ എരിവ് ഇത്തിരി കൂട്ടിയേ കഴിക്കൂ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇത് സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ല. എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന് ശ്രമിക്കാൻ എന്റെ കുടുംബത്തിലെ ആൾക്കാർ വന്നില്ലെങ്കിൽ ആജീവനാന്ത എന്റെ ദുഃഖം അത് മാത്രമായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? അതിനുശേഷമാണ് പോലീസുകാരെന്നെ ചെയ്തോ, കോടതി എന്നെ അങ്ങനെ പറഞ്ഞോ, നാട്ടുകാർ ചീത്ത പറഞ്ഞോ എന്നുള്ളത് വേറെ വശം. എൻ്റെ വിഷപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് എൻ്റെ വീട്ടുകാരെന്നെ മനസ്സിലാക്കിയില്ല. അവർക്കറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നെ കുറിച്ച് വേറെ ആർക്കും അറിയാവുന്ന.
പക്ഷെ കേസ് ഇതായതിന്റെ പേരിലാണ് എന്താ മനസ്സിലാക്കാതിരുന്നത്. സംഭവിച്ചത് മോനെ എന്നൊരു വാക്ക് ചോദിക്കാമായിരുന്നു. അവര് വരികയും അവിടുന്ന് പുറത്തിറക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് തല്ലുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അച്ഛനാണ് അമ്മയാണ് കൂടപ്പറപ്പാണ്, ഇതോടുകൂടി നീ അങ്ങ് ചത്തുപോ, നീ ജീവിക്കണ്ട, കുടുംബത്തിനകത്ത് നീ കാരണം മാനക്കേടുണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന കടമയായിരുന്നു, ഒരു ധർമ്മം, അത് ചെയ്തില്ല. അതുണ്ടായില്ല. അത് കാരണം ഇതാണ്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, രണ്ടാമത് ഈ ഒരു വളരെ വിദഗ്ധനായ അഡ്വക്കേറ്റ് മൊയ്തീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവിടെ നല്ല ഒരു 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 ശുഭകരമായ ഒരു തീരുമാനം, നിങ്ങൾ കാരണം മാനം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അതിന്റെ വേറൊരു വേർഷനുണ്ട്. ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കുന്നവർ പറയത്തില്ലേ കേസ് ഇല്ലാതായി, ഇല്ലാതാവും. കേസേ ഇല്ല. ഇപ്പം ഇതിനകത്ത് പീഡിപ്പിച്ച കഥയൊന്നും അല്ല. ആ പെൺകുട്ടി നിങ്ങൾ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അവൻ 2 ദിവസം കൊണ്ടുപോയി താമസിപ്പിച്ചെങ്കിൽ അപ്പൊ കല്യാണം കഴിച്ചില്ലേ, അതിനിടയ്ക്ക് എന്തിനാ ഇത്രയും കോലാഹലം ഉണ്ടാക്കിയെന്ന് ആൾക്കാർ ചോദിക്കും. അപ്പൊ അതിനാ വിവാഹം എന്ന് പറയുന്നത് അത്രയും വാല്യൂ ആയി അല്ലേ, അതും മനസ്സിലാക്കിയിട്ടില്ല അവര് മാത്രല്ല ആരും മനസ്സിലാക്കില്ല. ആരുമല്ല. അതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. അതായത് ഈ കല്യാണം കഴിച്ചാൽ പോലും മൈനറിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് വന്നിട്ടുണ്ട്. ഒഫൻസ് അല്ലാതെ ആകുന്നില്ല, അത് എപ്പോഴും ഒഫൻസ് തന്നെയാണ്, അത് കുറ്റം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടാണ് ജഡ്ജ് ഇവരെ ചേംബറിൽ വിളിച്ചിട്ട് 2 കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഇതിനെ പറ്റി കൂടുതൽ വിശകലനം വേണ്ട, അവര് കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോഴും കോടതി കേസ് വെറുതെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒഫൻസ് തന്നെയാണ്, അതിൽ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ കാരണങ്ങൾ റീസൺസ് എഴുതി വെച്ചുകൊണ്ട് കോടതി അക്യൂട്ട് ചെയ്തിരിക്കും, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഒഫൻസ് അല്ലാതെ ആകുന്നേ ഇല്ല. അതുകൊണ്ടാണ് ആ വക്കീല് പറഞ്ഞത്, ഒരിക്കലും ഞാൻ ഈ കേസ് ജയിച്ച് നിങ്ങളെ ജയിപ്പിച്ച് കയറുമെന്ന് എനിക്ക് വിശ്വസിച്ച് നിങ്ങൾ എന്നെ ഇത് ഏൽപ്പിക്കണ്ട എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ചിലപ്പം പിന്നെ വീട്ടുകാർ 2-3 വർഷം ആയപ്പോഴത്തേക്കും വീട്ടുകാരും കൂടെ ചേർന്ന് ഇനി ഇത്രയും മാനക്കേട് ഉണ്ടായിരുന്ന പിന്നെ അയാൾ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംഗതി വരും, കോടതിക്ക് തോന്നും. അപ്പൊ അങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ടെന്ന് ഇയാൾ പറഞ്ഞ ആ സ്പെയർ ഓഫ് ദ മൊമെന്റില് വക്കീൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായി. അതാ പറഞ്ഞ അപ്പൊ അവിടെയും നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ കുടുംബക്കാർക്കും അത് മനസ്സിലാക്കാൻ പറഞ്ഞില്ലേ, എന്റെ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചഴക്കണ്ട, എനിക്ക് അതിൽ താല്പര്യമില്ല, വേറൊന്നും ഉണ്ടായിട്ടല്ല. അവരോട് എനിക്ക് എതിർപ്പില്ല, ഒന്നുമില്ല. ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനും അതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അതിലപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണം. കാരണം അച്ഛന് ഈ ഒരു സംഭവത്തിന് അച്ഛന് വിഷമം ഉണ്ടാവണ്ട. ഞാൻ എടുത്ത നിലപാട് അച്ഛനെ ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്തിയില്ല. ഇവിടെ ഇപ്പൊ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കുള്ള കുറെ കാര്യങ്ങളാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തി നോക്കി ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ അതാണല്ലോ ഒരു ഞങ്ങൾക്ക് നിയമത്തിന്റെ ഇപ്പോഴും അത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 3 വർഷത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, 10 വർഷത്തെ കാര്യങ്ങൾ നമുക്ക് ഇനി പറയാനുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ കഥകളെ പറ്റിയിട്ട് പറയാണ്. ഇതാണ് ഇതിന്റെ സത്യം എന്നുള്ളത് നമ്മൾ പറയാ. ഇതോട് നമുക്ക് എന്ത് ലാഭം ഉണ്ടാവാനാ? ഒന്നുമില്ല. ഈ പ്രതികളൊക്കെ നമുക്ക് ഇനി വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്തിട്ട് ശിക്ഷിക്കാൻ കഴിയോ? ഒന്നും കഴിയില്ല. അപ്പോൾ ഈ അഡ്വക്കേറ്റ് PC മൊയ്തീന്റെ നല്ലൊരു സഹായം എനിക്ക് അവിടെ നിന്നുണ്ടായി. കാരണം ഒരു 8-9 വക്കീലന്മാരുടെ സീനിയറാണ് ഇദ്ദേഹം, വലിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് ഈ കേസ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 25/2003 സന്തോഷം എന്ന് പറഞ്ഞിട്ട് കയറി എന്ന് എന്നോട് ഇറങ്ങി പോകോളം പറഞ്ഞ്, അന്ന് ഇദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയ 1 ലക്ഷം രൂപയെങ്കിലും ഫീസ് കൊടുക്കണം. 1 രൂപ പോലും എൻ്റെ അടുത്ത് വാങ്ങിയില്ല. മാത്രമല്ല ഒരു 2500 രൂപയെങ്കിലും അദ്ദേഹത്തിന് ചെലവുണ്ടാവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങി തന്നിട്ട്. 1 രൂപ പോലും വാങ്ങില്ല. നീ പോടാന്ന് പറഞ്ഞിട്ടുള്ളൂ. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. കാരണം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സഹായിച്ചത്. അതുകൊണ്ട് എനിക്കിന്നൊരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതത്തിലൂടെ പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ക്വാർട്ടേഴ്സ് എടുത്തു. ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമൂഹം നമ്മളെ ഒരുപാട് ദ്രോഹിച്ചു. അതൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അതൊക്കെ സന്തോഷിന്റെ സ്ഥലത്താണോ ഈ ക്വാർട്ടേഴ്സ്? ഞാൻ എന്റെ വീട് നിൽക്കുന്ന പഞ്ചായത്തിലേക്കാണ് വന്നിട്ട് ക്വാർട്ടേഴ്സ് എടുത്തത്, പുറത്തല്ല. അവിടെ ക്വാർട്ടേഴ്സ് എടുത്തു, ജീവിതം ആരംഭിച്ചു. മാവേലിക്ക് പോയാൽ മാവേലിക്കാരൻ, റേഷൻ കടയ്ക്ക് പോയാൽ റേഷൻ കടക്കാരൻ, ബസ് കയറിയ ബസ് കണ്ടക്ടർ എന്ന് തുടങ്ങുന്ന ഇനി ആരൊക്കെ വേണം എല്ലാവരുടെ അടുത്തുനിന്നും നമുക്ക് പഴിയാം. ഇവൾക്ക് എന്നെന്തും പറഞ്ഞോട്ടെ, എനിക്കത് തൻ്റെ ഇടം തിരിച്ചു പറയാനുള്ള തൻ്റെ ഇടമുണ്ട്. ഞാൻ ഉണ്ടെന്ന് പൊട്ടിച്ചു പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. ഒരു പെൺകുട്ടിക്ക് എന്താണുള്ളത്?
അതൊക്കെ തരണം ചെയ്തു നിന്ന് ക്വാർട്ടേഴ്സ്, ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് വേറെ ടീം വന്ന് വാങ്ങും. ഓണേഴ്സ് ഞങ്ങളല്ല, ഞങ്ങൾ താമസക്കാരാണല്ലോ. വേറെ ടീം വന്ന് വാങ്ങും, നമ്മളോട് ഇറങ്ങാൻ പറയും. എന്നിട്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് നമ്മളെ 24 മണിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക്, രാവിലെ 10 മണിക്ക് സ്റ്റേഷനിലേക്ക്, പിന്നെ സ്റ്റേഷനിലേക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ അവർ വന്ന് ഒക്കെ കൂടെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞു. അതൊന്നും നിയമപരമല്ല, അതൊക്കെ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, നിയമം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട നിയമം അത് അവര് ഈ പോലീസാണ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? അതെ, അത്രേ ഉള്ളൂ. അവിടുന്ന് ഇതിപ്പോ നമുക്ക് ജീവിക്കേണ്ട സമയം നമ്മൾ ഫുള്ള് ഈ 3 കൊല്ലം കേസ് നടത്തിയിട്ട് അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ജീവിതകാലം മുഴുവൻ ക്വാർട്ടേഴ്സിന് വാടക കൊടുത്തിട്ട് ഈ കുടുംബം മുന്നോട്ട് പോകണോ, ഇനി കേസിന്റെ പുറകെ പോകണോ വേണ്ടത്? ജീവിക്കാനുള്ള ഒരു അവസരമല്ലേ വേണ്ടത്? നമ്മളെല്ലാവരും പേരിലും, മാവേലിക്കാരന്റെ പേരിലും റേഷൻ കടക്കാരന്റെ പേരിലും എല്ലാ ഈ നാട്ടുകാരുടെ പേരിലൊക്കെ പരാതി കൊടുത്തിട്ട് പോവാണോ? അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അപ്പൊ എന്ന് വേണ്ട എല്ലാ ആളുകളും നമ്മളെ ദ്രോഹിച്ചു എന്ന് പറയാം, അത്രയും പറഞ്ഞാൽ മതി. അത് നോക്കാതായിട്ട് ഞാൻ പഞ്ചായത്തില്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമ്മൾ EMS ഭൂഭവന രഹിത പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തു. അത് നമുക്ക് പാസ്സായി. ആ സമയത്ത് തന്നെ ഭരണം മാറി, ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നു. ആ പ്രൊജക്റ്റ് അവർ ക്യാൻസൽ ചെയ്തു, വേറെ പ്രൊജക്റ്റാണ് വന്നത്. പക്ഷെ ഈ അന്ന് ഉണ്ടായ ഈ അപേക്ഷ ഞങ്ങളെ വന്നു, ഞങ്ങൾക്ക് പാസ്സായ സംഭവം ഞങ്ങൾക്ക് തന്നില്ല. നമുക്ക് സ്ഥലം ഇല്ലാത്തതിന്റെ പേരിലാണ് തരാതിരുന്നതെന്ന് പറഞ്ഞു. സ്ഥലം കൊടുക്കുന്ന പ്രൊജക്റ്റ് ഇല്ലപ്പോ വീട് കൊടുക്കാനാണ് നിങ്ങൾക്ക് പാസ്സായിട്ടുള്ളത്, അതില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പാസ്സാവും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് സീനിയോറിറ്റി ഉണ്ടാവുന്നുണ്ട് മാറ്റി വെച്ചു. ഇനി നിങ്ങൾ അപേക്ഷ തരേണ്ടതില്ല പറഞ്ഞു. ഭരണം മാറി വേറെ വന്നു, ഞങ്ങൾക്ക് തന്നില്ല. ഈ 10 വർഷമായിട്ടും ഒരാളുടെ ഒരാനുകൂല്യങ്ങളും നമുക്ക് കിട്ടിയില്ല. അവിടുന്ന് ഞാൻ പഞ്ചായത്തിൽ കൊടുത്ത്, അവിടുന്ന് വിവരാവകാശ നിയമനം വഴി ആർക്കൊക്കെ കൊടുത്തു, ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, അത് തള്ളാനുള്ള കാരണം എന്താണ് എന്ന് തുടങ്ങുന്ന എല്ലാ രേഖകളും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന, ആദ്യം കൊടുത്ത പദ്ധതിക്ക് ശേഷം നിലവിൽ വന്ന പദ്ധതി 2 ലക്ഷം രൂപ കൊടുത്ത ആ പദ്ധതിയിൽ കിട്ടിയ ആളുകൾ, ഗുണഭോക്താക്കൾ ആരൊക്കെ, ആ ഗുണഭോക്താക്കളൊക്കെ നമുക്ക് ഇതിന്റെ നിയമം അനുസരിച്ചിട്ട്, മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ വീടുണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള എല്ലാ വിവരാവകാശ രേഖകളും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കില്ല. എന്നിട്ട് ആരെന്തെങ്കിലും കൃത്രിമ അഴിമതി നടന്നതായിട്ട് ബോധ്യപ്പെട്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് അതിനെതിരായിട്ട് നടപടിയൊന്നും സ്വീകരിച്ചില്ല? എതിരായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുടുംബം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ല, എതിരായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിയമത്തിന് എതിരെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്, സമൂഹത്തിനെതിരെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓംബുഡ്സ്മാൻ ഉണ്ട്, നിങ്ങൾക്ക് പരാതി കൊടുക്കാമല്ലോ. ഓംബുഡ്സ്മാനില് ഹൈക്കോടതി ജഡ്ജി അല്ലേ റാങ്കിലിരിക്കുന്ന ആള്, അദ്ദേഹം നിങ്ങൾക്ക് വെച്ചിട്ട് അവിടെ പരാതി കൊടുത്താൽ മതിയാവും. പഞ്ചായത്തിനെതിരായിട്ട് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ ഓംബുഡ്സ്മാനിലാണ്. ഞാൻ ഇന്ന് വരെ ജീവിച്ചു വന്ന വഴികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു തിരിച്ചറിവ്, എനിക്കൊരു തിരിച്ചറിവുണ്ടല്ലോ. എന്റെ തിരിച്ചറിവ് അനുസരിച്ചിട്ട് ഇവിടെ നിയമം എന്ന് പറയുന്നത് പണവും സ്വാധീനമാണ്. അങ്ങനെ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ അനുഭവം കൊണ്ട് പറയാന്ന്, എന്റെ ഒറ്റപ്പെട്ട സംഭവം എന്റെ ജീവിതം അതിന് രക്തസാക്ഷിയാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ ശരിയായിരിക്കും. എന്റെ കാര്യം ഞാൻ പറയുന്നത്, ഇനി ഞാൻ ഇവർക്ക് എതിരിടണം എന്നുണ്ടെങ്കിൽ ഞാൻ എതിരിടാൻ തയ്യാറാണ്. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻ ഞാൻ നടത്തി കഴിഞ്ഞു. അല്ല സന്തോഷേ, അത് ലൈഫ് സാക്രിഫൈസ് ചെയ്തു കൊടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ആർക്കും വേണ്ടി ത്യജിച്ചു കൊടുക്കാനുള്ളതോ ത്യാഗം ചെയ്യാനുള്ളതോ അല്ല. നിങ്ങൾ ത്യാഗം ചെയ്തു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് ജീവിതം കൊടുത്തുകൊണ്ട്. അത് കറക്റ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി, അതും സമ്മതിക്കുന്നു. എന്ന് വിചാരിച്ച് നിയമം ഞങ്ങൾക്കെതിരാണ് എന്ന് ഒരിക്കലും പറയരുത്. ഒരിക്കലും അല്ല, അങ്ങനെയല്ല. അതിന് നിയമം അതുകൊണ്ട് മാത്രം പറയുന്നതിന് എനിക്ക് എതിരാണെന്നുള്ള കാര്യത്തിൽ ഒരു തെളിവോ 2 തെളിവോ അല്ല നിങ്ങളെ മുന്നിൽ എനിക്ക് ഒന്ന് പറഞ്ഞോട്ടെ. നിയമം അനുകൂലമായിട്ടല്ലോ നിങ്ങൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പകർത്തു കൊടുക്കില്ലായിരുന്നോ? ആ നിയമത്തിന്റെ ആനുകൂല്യം തന്നെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി അത് ഞാൻ അത്രയും ചെയ്തു വെച്ചതിന്റെ പേരിലാണ്. അങ്ങനെയല്ല, ഒരു ജില്ലാ ജഡ്ജി ആ ഓർഡർ ശരിയല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ അപ്പീൽ പോകാം, അതിന് പ്രൊവിഷൻ ഉണ്ട്. ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാനും പുസ്തകങ്ങളിൽ എഴുതി വെക്കാനും നിയമപുസ്തകങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കാനൊക്കെ വളരെ സിമ്പിളാണ്. അത് ജീവിതത്തിലേക്ക് പ്രാബല്യത്തിൽ വരുത്താൻ ഒരാളും ഇന്ന് വരെ, ഞാൻ ഇപ്പൊ മാഡം പറഞ്ഞല്ലോ, പാനൽ പറഞ്ഞല്ലോ, ഞാൻ ത്യാഗം ചെയ്തു എന്ന്. ഈ റിമാൻഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പുച്ഛിച്ച ആളുകള്, കുത്തിയ ആളുകള്, ജയിൽ പുള്ളി എന്ന് വിളിച്ച ആളുകള്, ഒന്ന് ഇവളെ കഴുത്തിൽ താലി കെട്ടി വന്നപ്പോ
ഒരു നേരത്തെ ഭക്ഷണ, ഒരു നേരത്തെ സൽക്കാരത്തിന് എന്നെ വിളിച്ചിട്ടില്ല. ചെയ്യുന്ന ഈ സമൂഹം വിളിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ സംഘടനകൾ വിളിച്ചിട്ടില്ല. അജയ് ഘോഷിനെ എന്ത് പറയും? അയാൾ മനുഷ്യനല്ലേ? അജയ് ഘോഷ് എന്റെ സുഹൃത്താണ്. സുഹൃത്തും അജയ് ഘോഷിന്റെ സുഹൃത്താണ്, മനുഷ്യനല്ല. അജയ് ഘോഷ് എന്റെ നാട്ടുകാരനല്ല. നിങ്ങൾ അഡ്വക്കേറ്റ് പറഞ്ഞല്ലോ, അഡ്വക്കേറ്റോ? അഡ്വക്കേറ്റ് എന്റെ സ്വഭാവം കണ്ടിട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് സമൂഹമാണ്, ആ ഒരു വ്യക്തിയല്ലേ പറയുന്നത്. എന്നാൽ ആ ഒരു ജിഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്ത സന്തോഷിനെ ഒരു നേരം വിളിച്ചൊന്ന് അഭിനന്ദിക്കട്ടെ, നീ ചെയ്തത് നന്നായടാ എന്ന് പറയുന്ന ഒരാളുണ്ടായില്ല. കുത്തുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സമൂഹം. അതുകൊണ്ടാണ് ഞാൻ അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. എന്ത് 10 വർഷമായിട്ട് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് താമസിക്കുന്ന ഒരു വ്യക്തി, ഇത്രയും ട്രാജഡി ആയിട്ട് കല്യാണം കഴിച്ച ഒരു വ്യക്തി, ആ പഞ്ചായത്തിൽ ജനിച്ച് വളർന്നൊരു വ്യക്തി, ഈ വ്യക്തിക്ക് ആനുകൂല്യം കൊടുക്കാതെ എന്ത് നിയമം? ഞാൻ ചോദിച്ചോട്ടെ, നിയമം എന്ന് പറയാ? നിങ്ങൾക്ക് മുമ്പ് വേറെ ഉണ്ടെങ്കിലോ, നിങ്ങളെക്കാൾ കഷ്ടപ്പെട്ട ഉണ്ടെങ്കിലോ? അതെ, അതുകൊണ്ടാണ് അത് വിവരാവകാശ, ഇന്ന് വിവരാവകാശ നിയമനം വഴി അതെടുത്തിട്ടുണ്ട്. ഒരു 10-25 വീട് പൊളിക്കേണ്ടതുണ്ട്, ഞാൻ പൊളിപ്പിക്കും. അതെന്താ മറ്റേ കൺസ്ട്രക്ഷനോ? അതെ, കൺസ്ട്രക്ഷൻ അല്ല, ഞാൻ പറയട്ടെ, നിയമപരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടുണ്ടാക്കാൻ കൊടുത്തിരിക്കുന്ന ഫണ്ട് 2 ലക്ഷം രൂപ കൊണ്ട് 620 സ്ക്വയർ ഫീറ്റിന്റെ മേലെ പാടില്ല. 15 വർഷം വരെ വിൽക്കാനോ കൈമാറാനോ പണയപ്പെടുത്താനോ പാടില്ല. അപ്പോ അപ്സരണ്ടാക്കി വീടുണ്ട്, നമുക്ക് പൊളിപ്പിക്കാം. അങ്ങനെ പിറകെ പോകുന്ന സമയത്ത് എന്തുണ്ടാവും? എനിക്ക് ഭീഷണി ഉണ്ടാവും. ആ ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് എന്റെ ഭാര്യയും കുട്ടികളും ശത്രുത ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് മുങ്ങി, എന്നെ വന്നിട്ട് എവിടെ അന്വേഷിക്കുക? അവിടെ ജനങ്ങളും പോലീസും കയറി ഇറങ്ങില്ലേ അവിടെ. അതുകൊണ്ടാണ് അവളുടെ കുട്ടികളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ പരാതി വന്നിരിക്കുന്നത്. ഡൈവേഴ്സ് ആണ് പരാതി വന്നിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യും? അവളെന്റെ ഭാര്യയായി തുടരുന്നിടത്തോളം കാലം അവളെ ആളുകൾ ഉപദ്രവിക്കും. ഡൈവേഴ്സ് ചെയ്താലോ? ഡൈവേഴ്സ് ചെയ്ത് എന്റെ ഭാര്യയല്ലല്ലോ, എനിക്ക് എന്ത് തെറ്റും ചെയ്യാലോ? അല്ലാന്ന് ഞാൻ പറഞ്ഞോ? എന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ തന്നെയല്ലേ പറഞ്ഞത്, ഞാനും അവളും തമ്മിൽ മൂന്നാമതൊരാൾ ഇടപെടുന്ന കേസ് ഉണ്ടായിട്ടില്ല. അവൾ എന്റെ ഒരു കാര്യത്തിനും. ഇനി വേറെ വലിയ കാര്യം പറയാം, ഈ ലോകത്തില് ഒരു ഭർത്താക്കന്മാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം കിട്ടിയാളാ ഞാൻ. സ്വന്തം ഭാര്യ 10 വർഷമായിട്ട് വേറൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ തയ്യാറല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. എനിക്ക് നോക്കാനുള്ള ഒരു പ്രാപ്തി വേണ്ടേ? വെറുതെ കല്യാണം അങ്ങനെ കഴിച്ചിട്ട് നമ്മളെ വൈശാഖനെ പോലെ കല്യാണം അങ്ങനെ കഴിച്ചു വിട്ടാൽ മതിയോ? എന്തിനാണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ കല്യാണം കഴിക്കണം. എന്റെ അച്ഛൻ പറഞ്ഞു, ഞാനൊരു അച്ഛനാവുന്നത് വരെ എന്റെ കുടുംബത്തിലെ ചർച്ച നടത്തിയിട്ട് ആ ചർച്ചയിൽ നിന്ന് അച്ഛൻ എന്നെ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് അവളുടെ വിശാല മനസ്സ് പറഞ്ഞത് എന്താന്ന് പറയോ? എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പിടിച്ചതാണ്. അത് തെറ്റായെന്ന് എനിക്കിപ്പോൾ തോന്നി. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭർത്താവ് എന്നുള്ള ലേബൽ മാത്രം മതി. ഒരു ക്വാർട്ടേഴ്സ് എന്നെ താമസിപ്പിച്ചോളൂ. ഒരു ചീത്തപ്പേര് കേൾപ്പിക്കുന്നത് വരെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നാൽ മതി. നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വേറെ കല്യാണം കഴിച്ചോളൂ. അച്ഛൻ ഇഷ്ടപ്രകാരം കല്യാണം. ഞാൻ ചെയ്തു എന്നല്ലോ സാർ. അവർക്ക് നിയമം അറിയില്ല, അവര് പറഞ്ഞവരുടെ മനസ്സിന്റെ സാധാരണക്കാരാണ്. സാധാരണ ഒരു കുഗ്രാമങ്ങളിൽ നിന്നൊരു പാവപ്പെട്ട ഒരു പയ്യനാണ് ഞാൻ. അപ്പൊ എന്റെ ഭാര്യ എനിക്ക് തന്നിരിക്കുന്നത് അവളുടെ വിശാല മനസ്സാണ്. അത് ചിന്തിക്കാം. അവൾക്ക് എന്നോടുള്ള അമിത സ്നേഹമാണ് അത് പറഞ്ഞത്. എന്ത് വേറെ കല്യാണം കഴിക്കാൻ പെർമിഷനുള്ള ഒരു ഭർത്താവ് 10 വർഷമായിട്ട് ഞാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? എനിക്ക് നോക്കാനുള്ള പ്രാപ്തിയില്ല. ഒരു പെൺകുട്ടിയെ തന്നെ കൊണ്ടുവന്നിട്ട് 10 വർഷമായിട്ട് കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്.